കണ്ണൂർ പാറാട് CPM ആക്രമണം എന്ന വാർത്ത വരുന്നു. വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത് എന്നാണ് മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് നൽകുന്ന വിവരം. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് അറിയുന്നത്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ പാറാടാണ്. CPMന്റെ ആക്രമണം വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. കാറും ബൈക്കും ഒക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച അക്രമികൾ എത്തി വടിവാളുമായി ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. റഹീസ്, ഈ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡോ ഏതെങ്കിലും തോൽവിയുടെ പശ്ചാത്തലത്തിലാണോ ഈ ആക്രമണ സ്വഭാവത്തിൽ ഇവർ ഓടിയെത്തിയിരിക്കുന്നത്? വളരെ പ്രകോപിതരായി CPM പ്രവർത്തകർ വടിവാൾ വീശി ജനക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തു എന്നൊക്കെയാണല്ലോ വിവരങ്ങൾ പുറത്തുവരുന്നത്. റഹീസ്, എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെ പ്രകോപനപരമായിട്ടാണ് ഇവർ ഇവിടേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നത്. അതായത് ഈ പാനൂർ പാറാട് ടൗണിന് സമീപമാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത്. അതായത് ഇവിടെ സമീപത്തൊരു പഞ്ചായത്ത് LDF ഭരിച്ചിരുന്നു. LDFിൽ നിന്ന് പഞ്ചായത്താണോ? കുന്നത്തുപറമ്പ് പഞ്ചായത്ത് LDFിൽ നിന്നും UDF പിടിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി നടത്തിയ ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് CPM പ്രവർത്തകർ വരികയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ പ്രകോപനം, ആ പ്രകോപനത്തിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. പോലീസ് ഇടപെടുന്നു, ലാത്തി ചാർജ് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരെയൊക്കെയും ഈ ഭാഗത്ത് നിന്ന് പോലീസ് പറഞ്ഞുവിട്ടതാണ്. അതിനുശേഷമാണ് ഈ CPM പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തിയ ശേഷം അവർ ഇത്തരത്തിൽ വീട്ടിലേക്കൊക്കെ കടന്നു ചെന്ന് വടിവാൾ വീശുകയും വീട്ടിലുണ്ടായിരുന്ന ഭീഷണിപ്പെടുത്തുകയും അരിശം മൂത്ത് വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറും സ്കൂട്ടറുമാണ് ഇവർ തല്ലി തകർത്തത്. ഒപ്പം തന്നെ കല്ലേറുണ്ടായി. CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി. ആ കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ DCC പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ഈ പാറാട് സംഭവിച്ചത്? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? പാറാടിൽ CPMന്റെ ഗുണ്ടകൾ, അറിയപ്പെടുന്ന ഗുണ്ടകളും അവിടെ അധ്യാപകരായിട്ടുള്ളവരും ഒക്കെയാണ് ഈ ഭീകരമായ ഈ മർദ്ദനം അവിടെ സൃഷ്ടിക്കുന്നത്. അത് വടിവാൾ, നമ്മളെ ദൃശ്യങ്ങളിൽ കാണുകയാണ്. വടിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മർദ്ദനം അഴിച്ചുവിടുന്നത്. അതിനുശേഷം വീട്ടിൽ കയറി ആക്രമിക്കുന്നു. അവിടെ കിടക്കുന്ന കാറുകൾ തകർക്കുന്നു. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം. പാനൂരിൽ നിങ്ങൾക്കറിയാം, പാനൂരിൽ നേരത്തെ ബോംബും ഒക്കെ ആയിട്ടുള്ള കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ആ ഭാഗത്ത് ഇത്തരം സംഭവങ്ങളുണ്ടായിട്ട് ബോംബ് പൊട്ടി ആളുകൾ മരിച്ചു. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. കണ്ണൂർ പാറാടാണ് CPMന്റെ ആക്രമണം. അതിന്റെ വാർത്തകൾ വരുന്നു. വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി കാറും ബൈക്കും ഒക്കെ വെട്ടിപ്പൊളിച്ചു. മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത്. ആ വിവരങ്ങളായിരുന്നു മുഹമ്മദ് റഹീസ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.